ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് 3 പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരു കുട്ടി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എടുത്തത് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. നല്ല എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആട്ടോ അത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബേബി ലിപ്സ് മെബിലിൻ്റെ എടുത്തിട്ട് എൻ്റെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന ഒരെണ്ണമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ എടുക്കാനുള്ള മടിക്ക് ഞാൻ അത് തന്നെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം ഉണ്ട് നമുക്ക് അറ്റത്ത് ഒരിത്തിരിക്കോളം ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ട പ്രോഡക്റ്റ് നമ്മുടെ കൺസീലറാണ്. അപ്പോൾ കൺസീലർ ഞാൻ എടുത്തിട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഏരിയയിലും അതേപോലെ തന്നെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഏരിയാസിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കൺസീലർ യൂസ് ചെയ്യാം. എന്നിട്ടൊരു വെറ്റായിട്ടുള്ളൊരു സ്പഞ്ച് കൊണ്ട് ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കൺസീലർ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്ത് അവിടെയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്യൂട്ടോറിയൽ ഐഡിയ എനിക്ക് കിട്ടിയത് നമ്മുടെ ബ്യൂട്ടി ബഗ്സ് ടിവിയിലെ പ്രിയങ്ക ചേച്ചി ഇട്ടതാട്ടോ, 3 പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എപ്പോഴും ഞാൻ വീഡിയോസ് ഇടുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ഇത്രയും പ്രൊഡക്റ്റ് വെച്ചിട്ടൊക്കെ ആരിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്, നീ കുറച്ചും കൂടെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വീഡിയോ വല്ലയിടത്തെത്തി. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻ്റെ ലിപ്പ് ഒരു പിങ്ക് കളറിലെ ലിപ് ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ശേഷം ചേച്ചി ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചേച്ചി ഒരു ബ്ലഷ് അപ്ലൈ ചെയ്തു. ബ്ലഷിന് പകരം സെയിം നമ്മൾ ഏത് ലിപ്സ്റ്റിക്കാണോ നമ്മൾ ഇട്ടത് അത് വെച്ച് തന്നെയാണ് നമ്മൾ ചീക്സിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഞാനങ്ങനെ ഒരു ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല. എന്നാലും നമ്മൾ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട്, ഫേസിൽ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്തപ്പോഴേക്കും ഭയങ്കര ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തത്. അതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, എന്തും ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ആ ഐ ഷാഡോ സെയിം ലിപ് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മസ്കാര അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടോട്ടൽ ടെംപ്റ്റേഷൻ മേബിലിൻ്റെ ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാര അപ്ലൈ ചെയ്യാണ്. 2 to 3 coats ഓഫ് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പിരികം ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇയർബഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മസ്കാര ഒരിത്തിരി പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാനൊരു ഗ്യാപ്പുള്ള ഏരിയാസിൽ മാത്രം വരച്ച് കൊടുക്കുകയാണ്. ഗ്യാപ്പ് എവിടേക്ക് തോന്നുന്നോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന പ്രൊഡക്റ്റ് വളരെ കുറച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഴുതിയ പോലെ തോന്നിക്കും, അത് ഭയങ്കര ബോറായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂലിയോ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഈവൺ ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്തപ്പോൾ. നിങ്ങൾക്ക് എൻ്റെ പിരിയത്തിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ നോക്കിയേ, നല്ല ഡിഫറൻസ് വരുന്നുണ്ട് 2 പിരിയം തമ്മിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, 3 പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ